ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര ദിവസം ഇരുന്നാലും കേടാകാത്ത നല്ല ഒരു കിടുക്കാച്ചി ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇത്. ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു ചമ്മന്തി ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലിയും സാദാ മുളകുമാണ്. ഒരു 7-8 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു 5-6 സാദാ മുളകും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതിയാകും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഞെട്ടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു മുളകുണ്ടല്ലോ അത് അതിനകത്തിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മുളകൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അപ്പം കാശ്മീരി ചില്ലി ഇച്ചിരി നല്ല വലിപ്പമുള്ള മുളകായിരുന്നു കേട്ടോ. നല്ല മുളകായിരുന്നത്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് സാദാ മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എത്ര ദിവസം നമ്മളിത് പുറത്ത് വെച്ചിരുന്നാലും ഒരു കേടുപോലും വരാതെ നമുക്ക് ഉപയോഗിക്കാം. യാത്രയ്ക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ ഫുഡിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഒട്ടും തന്നെ കേടാവുകയില്ല. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ചമ്മന്തിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. അപ്പം നമ്മുടെ മുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് തണുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഒരു സൈഡിലോട്ട് ഇരിക്കട്ടെ. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു 10-25 ചെറിയ ഉള്ളി എത്ര എടുക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ഒരു പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കണം. ചതച്ചെടുത്താൽ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇഞ്ചി ചതച്ചതും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു നനവുണ്ടല്ലോ, ഒരു വെള്ളമയം എല്ലാം മാറി നന്നായിട്ട് മൂത്ത് വരണം. ഈ ഒരു ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രമേ അത് നമുക്ക് ഇറക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പുളി ഇതേപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പുളിയിലെ ആ വെള്ളം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളകൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വേണം ഈ ഒരു മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇതിനെ അവിടോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടൊന്ന് നോക്കാം. ചെറിയ ഉള്ളിയൊക്കെ നല്ല ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ, ആ ഒരു പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ചൂടാകുകയൊന്നും വേണ്ട. ആ ഒരു ചെറിയ ഉള്ളിയിലൊക്കെ ഉള്ള ഒരു ചെറിയ ചൂടുണ്ടല്ലോ, ആ അത്രയും മതിയാകും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ.
ഇനി നമ്മൾ ഗൾഫിലൊക്കെ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്തു വിട്ടാൽ അവർക്ക് ഒരുപാട് ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും, കേടാവുകയില്ല. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഇതുപോലെ ഇടിക്കണ കല്ല് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് കൊണ്ടോ ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞെരടി എടുത്താലും മതിയാകും. ഇപ്പം ഈ ഒരു ഇടിക്കുന്ന കല്ല് കൊണ്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കണത് കേട്ടോ. ആ ഒരു ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയാൽ മതിയാവും. ഈ ഒരു ടൈമിൽ ഇതിന് നല്ലൊരു മണമാണ് വരുന്നത്. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കൊരു രുചിയുള്ളൊരു മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വരുന്ന ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് രുചിയുള്ളൊരു ചമ്മന്തിയാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചമ്മന്തി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടോ, നല്ല രീതിയിൽ ഞാൻ ആ ഒരു ചതയ്ക്കുന്ന കല്ലുകൊണ്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാകും. നമ്മുടെ ആ കാശ്മീരി ചില്ലിയുടെ ഒരു കളർ കണ്ടോ, അടിപൊളി കളറാണ് കേട്ടോ. ദോശ, അപ്പം, ചപ്പാത്തി, ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാച്ചി ചമ്മന്തിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്തിൽ ചേർത്തിട്ടില്ല. നന്നായിട്ട് ഞാൻ അതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ദിവസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ നമ്മുടെ നല്ല ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ചോറ് കഴിക്കാൻ. അപ്പം ഞാനിന്ന് കപ്പയുടെ കൂടെയാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.